ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഋദ്വിക്കുട്ടീൻ്റെ നെയിമിങ് സെറമണിയാണ്. അപ്പോൾ ആളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. ഞങ്ങൾ ഋദ്വിക്കുട്ടീനെയും ഋദ്വിക്കുട്ടീൻ്റെ അമ്മേനെയും വിളിക്കാൻ വേണ്ടി ഏർലി മോർണിംഗ് 4:30 ആയപ്പോൾ തന്നെ പുറപ്പെട്ട്. നല്ല ബ്ലോക്കും അതിൻ്റെ കൂടെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ചുരം കയറുമ്പോൾ പിന്നെ ഒരു കട്ടനൊക്കെ അടിച്ചപ്പോഴത്തേക്ക് നല്ല സുഖം തോന്നി. അങ്ങനെ ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും എൻ്റെ മുന്നിൽ കാണുന്നത് അടിപൊളി സീനറി ആയിരുന്നു. എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തണുത്ത് ഞാൻ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയെങ്കിലും വിചാരിച്ചതിനെക്കാട്ടിയും നേരത്തെ തന്നെയാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. കോളിംഗ് ബെൽ അടിച്ചപ്പം പ്രതീക്ഷിക്കാത്തൊരു ചെറിയ ആളായിരുന്നു വാതിൽ തുറന്ന് തന്നത്. അതാണ് ജാൻവിക്കുട്ടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 8:30 ആകും തിരിച്ച് നേരെ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. എന്താ അറിയില്ല, കുഞ്ഞുവാവ് നല്ല കരച്ചിലാണ്. ബോറടി മാറ്റാനായിട്ട് നല്ല സോങ്ങൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ പോയി. ട്രാവലിങ്ങിൽ ചേച്ചിക്ക് ചെറിയൊരു വോമിറ്റിംഗ്, അങ്ങനെ ഒരു ടാബ്ലറ്റൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷമാണ് പിന്നെ പോയത്. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങി കൂടുതൽ നേരം വഴിക്കൊന്നും ഇല്ലാതെ ഒരു 11 ആയപ്പോൾ തന്നെ തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വയനാട്ടിലെ തണുപ്പിന്ന് കോഴിക്കോട്ടേക്ക് ചൂടിലേക്ക് കയറുന്നത് സത്യം പറഞ്ഞാൽ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂടുതൽ ലേറ്റ് ആവാതെ ഓൾമോസ്റ്റ് ഒരു 11:30 ആയപ്പോൾ തന്നെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ചേച്ചിയായിരുന്നു ഋദ്ദീനെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്നത് ഋദ്ദീൻ്റെ അമ്മയും അച്ഛമ്മയുമാണ്. ദെൻ ഫൈനലി ഋദ്ദിക്കുട്ടീൻ്റെ നെയിമിങ് സെറമണിയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഋദ്ദിക്കുട്ടിക്ക് പാലൊക്കെ എല്ലാവരും വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആരാ എന്താന്നൊക്കെ അവൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരാന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോഷൂട്ട് എടുക്കും, ഫാമിലി ഫോട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അമ്മ ഏട്ടൻ എല്ലാവരും എടുക്കുന്നുണ്ട്. പിന്നെ ഋദ്വീൻ്റെ അമ്മയും അച്ഛനും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഋദ്വിക്കുട്ടീൻ്റെ നെയിം റിവീൽ ചെയ്യാണ്. നെയിമൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ആൾക്ക് അറിയുന്നില്ലല്ലോ അവളുടെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പോലും. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുവാവൻ്റെ നെയിം. പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങി. പിന്നെ കാണുന്നത് 3 കുട്ടിപ്പട്ടാസാണ്. ഇവർ മാത്രമല്ല, 3 പേര് കൂടി ആ ഗ്യാങ്ങിലേക്ക് വരാനുണ്ട്. പിന്നെ ഞങ്ങളെ കൂടെ ഒരു കുഞ്ഞു രംഗണ്ണനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വക കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് നീങ്ങി. പല പോസിലായിരുന്നു. അഭിനയമാണെന്ന് പറയത്തേയില്ല, അങ്ങനത്തെ ഫോട്ടോസൊക്കെ ആയിരുന്നു എടുക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. ഋദ്ദീൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ദെൻ ടാറ്റാ.